നമസ്കാരം. മണി മാജിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സംസാരിക്കുന്നത് നമ്മൾ ക്രെഡിറ്റ് കാർഡ് എങ്ങനെ ഫലപ്രദമായി വിനിയോഗിക്കാം എന്നതിനെ പറ്റിയാണ്. ഇപ്പോൾ നമുക്കറിയാം, ക്രെഡിറ്റ് കാർഡ് ഇല്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. എല്ലാവരും ജോലി കിട്ടി, ഇപ്പോൾ ബാങ്ക് വഴിയാണ് സാലറി കിട്ടുന്നതെങ്കിൽ ബാങ്കിൽ നിന്ന് തന്നെ നമുക്ക് ഒരു 3 മാസമോ 4 മാസമോ കഴിയുമ്പോൾ ക്രെഡിറ്റ് കാർഡിനുള്ളൊരു ഓഫർ കിട്ടും. അങ്ങനെ നമ്മൾ ക്രെഡിറ്റ് കാർഡ് നമ്മുടെ കയ്യിൽ കിട്ടും. ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റുള്ള ക്രെഡിറ്റ് കാർഡ് പ്രൊവൈഡ് ചെയ്യുന്ന അവരും നമുക്ക് ക്രെഡിറ്റ് കാർഡ് നൽകും. മിക്കവാറും എല്ലാവരുടെയും കയ്യിൽ ഒന്നിൽ കൂടുതൽ ക്രെഡിറ്റ് കാർഡ് ഉണ്ടാവും. ഈ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം ഗുണം ചെയ്യുമെങ്കിലും സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമ്മുടെ കടക്കണിയിലാക്കാൻ ഏറ്റവും നല്ലൊരു ടൂളാണ് ഈ ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ എങ്ങനെ ക്രെഡിറ്റ് കാർഡ് നമ്മൾ ഫലപ്രദമായി വിനിയോഗിക്കാം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ സംസാരിക്കുന്നത്. ഇനി ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നതിന് മുമ്പ് അതിൻ്റെ എല്ലാ ചെലവുകളെ പറ്റിയും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതായത് ആനുവൽ മെയിൻ്റനൻസ് ചാർജ്, ഇനി നമ്മൾ തിരിച്ചടവ് മുടങ്ങിയാൽ വരുന്ന ഇൻട്രസ്റ്റ് റേറ്റ്, അതിൻ്റെ പ്രോസസ്സിംഗ് ചാർജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ഒക്കെ നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കണം. ഇങ്ങനെ മനസ്സിലാക്കിയതിന് ശേഷം ആ ക്രെഡിറ്റ് കാർഡിന് നമ്മൾ വിനിയോഗിക്കേണ്ട ഒരു പരിധി ഉണ്ടാവും. അപ്പോൾ ആ പരിധിയിലുള്ള എമൗണ്ട് മുഴുവൻ ഒരു കാലത്തും നമ്മൾ ചിലവാക്കരുത്. ഇങ്ങനെ ചിലവാക്കിയാൽ പ്രധാന പ്രശ്നം നമ്മുടെ സിബിൽ സ്കോറിനെ അത് ബാധിക്കും. അതുമാത്രമല്ല, നമ്മളുടെ സാലറിയിൽ കൂടുതൽ എമൗണ്ടാണ് നമ്മൾ ചിലവാക്കുന്നതെങ്കിൽ നമ്മൾ അടുത്തൊരു കടക്കണിയിലേക്ക് നമ്മൾ വീഴും. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ക്രെഡിറ്റ് കാർഡിൻ്റെ മൊത്തം വിനിയോഗിക്കാവുന്ന തുകയുടെ 40 to 50% മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. മൂന്നാമത്തത്, നമുക്ക് കൃത്യസമയത്ത് തിരിച്ചടയ്ക്കുക എന്നുള്ളതാണ്. ക്രെഡിറ്റ് കാർഡിന് ഒരു ബിൽ ഡേറ്റ് ഉണ്ടാവും. ബിൽ ഡേറ്റിന് ശേഷം നമുക്കൊരു 20 ദിവസത്തോടെ ഒരു എക്സ്ട്രാ നമുക്ക് കിട്ടും. അപ്പോൾ ഈ കൃത്യമായി ആ സമയത്തിനുള്ളിൽ നമ്മൾ തിരിച്ചടയ്ക്കാൻ ശ്രമിക്കണം. തിരിച്ചടച്ചില്ലെങ്കിൽ അതിനൊരു പെനാൽറ്റിയും പിന്നീട് വരുന്ന ഇൻട്രസ്റ്റ് റേറ്റ്, സാധാരണ ക്രെഡിറ്റ് കാർഡിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ മന്ത്ലി 3% അടുത്ത് വരും. ഇത് കണക്ക് കൂട്ടുമ്പോൾ ഒരു വർഷം 36% വരും. അപ്പോൾ ഡിഫോൾട്ട് വരുത്തി കഴിഞ്ഞാൽ എത്രമാത്രം ഭീമമായ തുകയാണ് പലിശ ഇനത്തിൽ നമ്മൾ കൊടുക്കേണ്ടി വരുന്നതെന്ന് ഓർക്കുക. അപ്പോൾ അതുകൊണ്ട് വളരെ കൃത്യമായ രീതിയിൽ തന്നെ ക്രെഡിറ്റ് കാർഡിൻ്റെ എമൗണ്ട് നമ്മൾ അടച്ചു തീർക്കുക. ക്രെഡിറ്റ് കാർഡിൻ്റെ മറ്റൊരു കുഴപ്പം ഈ ഇമ്പൾസീവ് ബൈയിങ്, അങ്ങനൊരു ടെൻഡൻസി നമുക്കുണ്ടാകും, അത്തരത്തിലൊരു ഹാബിറ്റ്. അപ്പോൾ എന്ത് വാങ്ങാൻ പോയാലും ക്രെഡിറ്റ് കാർഡ് ഉണ്ടല്ലോ നമുക്ക് അങ്ങനെ ചെയ്യാം എന്നുള്ളൊരു തോന്നലുണ്ടാകും. അപ്പോൾ ഇത്തരത്തിലൊരു ഹാബിറ്റ് വരുന്നത് നമ്മളെ തീർച്ചയായിട്ടും കടക്കണിയിലേക്ക് നയിക്കും. ക്രെഡിറ്റ് കാർഡ് നമ്മൾ മാളുകളിലും മറ്റും ഉപയോഗിക്കുമ്പോൾ നമുക്ക് എത്രയാണ് എമൗണ്ട് ചിലവഴിച്ചെന്ന് അറിയാൻ വയ്യാതെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഉപയോഗിക്കുകയും ഇങ്ങനൊരു ഹാബിറ്റായിട്ട്, ഇമ്പൾസീവ് ബൈയിങ് എന്നൊരു ഹാബിറ്റായിട്ട് അതിലേക്ക് നമ്മളെ എത്തിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് കൺട്രോൾ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഡിസിപ്ലിനായിട്ട് നമ്മൾ കാർഡ് ഉപയോഗിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മുടെ ലിമിറ്റ് എത്രയാണ്, എത്രത്തോളം ഉപയോഗിച്ചു എന്നുള്ളൊരു ധാരണ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. അടുത്ത പോയിൻ്റ്, ഇതിൻ്റെ റിവാർഡ് പോയിൻറ്റ്സ്, അതുപോലെ ഇതിനുള്ള ചില ആനുകൂല്യങ്ങളുണ്ട്. ഇത് കൃത്യമായി മനസ്സിലാക്കി എവിടെയൊക്കെയാണ് ഇത് വിനിയോഗിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി കൃത്യമായിട്ട് വിനിയോഗിച്ച്, ഇപ്പോൾ ക്യാഷ് ബാക്ക് ഉണ്ടാവും, അത്തരത്തിലുള്ള ആനുകൂല്യങ്ങളെല്ലാം കൃത്യമായി നമ്മൾ നേടിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സാധാരണഗതിയിൽ ഇതാരും ചിന്തിക്കാറില്ല. പലപ്പോഴും ഇങ്ങനെ പോയിൻറ്റ്സുകളായിട്ട് ആഡ് ചെയ്ത് കിടക്കും. നമ്മളിത് ശ്രദ്ധിക്കാതെ ഇത് വിനിയോഗിക്കാതെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത് കൃത്യമായിട്ട് ഉപയോഗിച്ചാൽ നമുക്ക് 3 to 4% അങ്ങനെ നമുക്ക് ലാഭിക്കാൻ കഴിയും. ഇനി മറ്റൊന്ന്, ഒന്നിലധികം ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് മറ്റൊരു ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് അടയ്ക്കുന്നതുൾപ്പെടെയുള്ള സാഹസങ്ങൾക്ക് പോവാതിരിക്കുക. നമ്മൾ ഒരു ക്രെഡിറ്റ് കാർഡ് എടുത്താൽ അതിൻ്റെ പേയ്മെൻറ്റ് കൃത്യമായി അടച്ച് തന്നെ പോവുക. അപ്പോൾ മുമ്പ് സൂചിപ്പിച്ചു, സിബിൽ റേറ്റിങ്ങിനെ പോലുള്ള അത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം ഇത് ബാധിക്കും. അതുകൊണ്ട് വളരെ കൃത്യമായി തന്നെ നമ്മൾ ക്രെഡിറ്റ് കാർഡിൻ്റെ ബിൽ ഡേറ്റും മറ്റും ഫോളോ ചെയ്ത് ഒന്നിലധികം ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാതെ വളരെ നിയന്ത്രണത്തിൽ നമ്മൾ ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കേണ്ടതാണ്. ഇനി മറ്റൊന്ന്, ബിൽ ഡേറ്റ് കഴിഞ്ഞ് നമ്മൾ പർച്ചേസ് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 10-ാം തീയതിയാണ് നമ്മുടെ ബിൽ ഡേറ്റ്. അത് കഴിഞ്ഞ് 11-ാം തീയതി അല്ലെങ്കിൽ 12-ാം തീയതി അത്തരത്തിൽ ആദ്യത്തെ ഒരാഴ്ചയ്ക്കുള്ളിൽ നമ്മൾ മാക്സിമം സാധനങ്ങൾ പർച്ചേസ് ചെയ്താൽ നമുക്ക് കൂടുതൽ കാലം നമുക്ക് ക്രെഡിറ്റായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ 45 ദിവസം വരെ നമുക്ക് പണം അടയ്ക്കാനുള്ളൊരു സാവകാശം കിട്ടുമല്ലോ. അപ്പോൾ ബിൽ ഡേറ്റ് കഴിഞ്ഞ് നമ്മൾ ഇത് വിനിയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ കാലത്തേക്ക് നമുക്ക് ഇതുപോലെ ഈ ക്രെഡിറ്റിൻ്റെ പരിധി ഉപയോഗിക്കാൻ പറ്റും. മറ്റൊന്ന്, ക്രെഡിറ്റ് കാർഡിൻ്റെ പേയ്മെൻറ്റ് ഓട്ടോമേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. 3-4 ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ചില ആപ്പുകൾ ലഭ്യമാണ്. അതിനകത്ത് രജിസ്റ്റർ ചെയ്ത ശേഷം ഈ ആപ്പുകൾ നമ്മളെ ഓർമ്മിപ്പിക്കും, ഇത്ര ദിവസമായി ബില്ലടയ്ക്കാറായി എന്ന് ഓർമ്മിപ്പിക്കും. അതല്ലെങ്കിൽ ഇത് ബാങ്കിൻ്റെ സൗകര്യം ഉപയോഗിച്ച് ഓട്ടോമേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കൃത്യമായി ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് അടയ്ക്കുന്നതിനും ഈ പെനാൽറ്റിയും മറ്റു ചാർജസുകളും ഒഴിവാക്കുന്നതിന് ഇത് വളരെയധികം സഹായിക്കും. മറ്റൊന്ന്, ATM വഴി ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പണം എടുക്കാതിരിക്കുക എന്നുള്ളതാണ്. മുമ്പ് സൂചിപ്പിച്ചു 3 to 4% ആണ് ക്രെഡിറ്റ് കാർഡിൻ്റെ പലിശ നിരക്ക് എന്ന് സൂചിപ്പിച്ചു. ഇതുകൂടാതെ തന്നെ ഒരു പ്രോസസ്സിംഗ് ഫീസും ആവും. അപ്പോൾ അതായത് ഒരു 10,000 രൂപ എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് 500 രൂപ എക്സ്ട്രാ പ്രോസസ്സിംഗ് ഫീസും ആവും. ഇതിനൊരു 4 to 5% തുക നമ്മൾ അടയ്ക്കേണ്ടിയും വരും. അപ്പോൾ ഇത്തരത്തിൽ വലിയൊരു കടക്കണിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ക്യാഷ് പിൻവലിക്കുന്നത് നമ്മൾ ഒഴിവാക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. മറ്റൊന്ന്, അനുയോജ്യമായ ക്രെഡിറ്റ് കാർഡുകൾ നമ്മൾ തിരഞ്ഞെടുക്കുക.
എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ പെട്രോൾ അടിക്കുന്നതിന് അല്ലെങ്കിൽ ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് ഇവരൊക്കെ ആയിട്ടുള്ള ഒരു ചില ഓഫറുകളുള്ള ക്രെഡിറ്റ് കാർഡുണ്ട്. ഇത്തരത്തിൽ നമ്മളുടെ ഏത് ചിലവാണോ നമുക്ക് കൂടുതലുള്ളത് അതിനനുയോജ്യമായ ക്രെഡിറ്റ് കാർഡുകൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്തരത്തിൽ കിട്ടുന്ന പണത്തിൽ നിന്ന് 2-3% നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. ക്രെഡിറ്റ് കാർഡ് വളരെയധികം ഫലപ്രദമായി ഉപയോഗിക്കാമെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു മെച്ചം ഉണ്ടാക്കുന്നതിന് വളരെയധികം സഹായിക്കും. സാധാരണഗതിയിൽ 3% അല്ലെങ്കിൽ 4% ക്യാഷ് ബാക്കിയും ഇതുപോലെ റിവാർഡ് പോയിൻറ്റ്സും ഇനി പണം കൊണ്ട് നടക്കണ്ട എന്നുള്ളൊരു മറ്റൊരു ഗുണവും ഈ ക്രെഡിറ്റ് കാർഡിനുണ്ട്. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഫലപ്രദമായി തന്നെ ഉപയോഗിക്കുക, അതിൽ നിന്നുള്ള നേട്ടങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയും.